ഭാര്യയ്ക്ക് വേണ്ടി താടി പഠിച്ചാൽ, കൂട്ടുകാർക്ക് വേണ്ടി താടി പഠിച്ചാൽ, സമൂഹത്തിന് വേണ്ടി താടി പഠിച്ചാൽ സംഭവിക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ പൂർണ്ണമായി അവഗണിച്ചിരിക്കുന്നു. കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് ഏറ്റവും ഇഷ്ടമുള്ളവനാകുന്നതുവരെ അവൻ യഥാർത്ഥ വിശ്വാസിയാവില്ല. മിൻ വാലിദി, മാതാപിതാക്കളെക്കാൾ, വവലദി, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, മാലോകരേക്കാൾ എന്നെ സ്നേഹിക്കും വരെ മുഅ്മിനാവില്ല. താടി പഠിച്ചിട്ട് നബിതറാലിയിൽ പങ്കെടുത്ത ചെറുപ്പക്കാരാ, നീ പറഞ്ഞ സ്നേഹം കാപട്യത്തിന്റെ സ്നേഹമാണ്. നെരിയാണിന്റെ താഴെ വസ്ത്രം ധരിച്ച് നബിതറാലിക്ക് നേതൃത്വം കൊടുത്തവരെ, നിങ്ങൾ പറഞ്ഞ ഹുബ്ബ് വല്ലാഹി മുനാഫിഖിന്റെ ഹുബ്ബാണ്. കാരണം നിന്റെ താടിയിലോ നിന്റെ ഡ്രസ്സിലോ നിന്റെ കോലത്തിലോ ആ ഹുബ്ബ് കാണാനില്ല. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കഴിവാടില്ലേ, തഅസൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ ലഉംരി ഫിൽ ഖിയാസ് ബദീഉ ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. എടാ, നീ പറയുന്നു അല്ലാഹുവിനെ എനിക്ക് ഇഷ്ടമാണെന്ന്, പക്ഷേ കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യുന്നു, അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇത് താരതമ്യം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. കവി പറയാം, ആരാണ് സ്നേഹിക്കുന്നവൻ? ഇൻകാന ഹുബ്ബുക സാദിഖ, നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ ലഅതഅതഹു, നീ അവനെ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ ആരാണ്? സ്നേഹിതന്റെ വാക്ക് അനുസരിക്കുന്നവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേഷത്തിൽ, എന്റെ പൊന്നു ചെറുപ്പക്കാരെ, ദുഃഖത്തോടെ സങ്കടത്തോടെ നോവോടെന്ന് പറഞ്ഞോട്ടെ, ഏതോ സിനിമക്കാരൻ മുട്ടിന് താഴെ വരെ പാന്റ് ധരിച്ചപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാരന്റെ പാന്റ് മുട്ടിന്റെ താഴെയായി. നെരിയാണിക്ക് മുകളിൽ കണങ്കാലിന്റെ പകുതി വരെ ഇപ്പോൾ പുതിയ തലമുറ പാന്റ് ധരിക്കുന്നു. കാരണം ഏതോ സിനിമക്കാരൻ, ഏതോ അമേരിക്കക്കാരൻ, ഏതോ ജൂതൻ ഉമ്മത്തിനെ അല്ലാഹുവിന്റെ റസൂൽ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടും ഉലമാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും നെരിയാണിന്റെ താഴെ വാശിയോടെ വസ്ത്രമുടുത്തവൻ ഇപ്പോൾ ഏതോ അവരിഷ്ടമുള്ളവൻ ഉടുത്തത് കണ്ടപ്പോൾ ധരിച്ചിരിക്കുന്നു, വല്ലാഹി നീ മുനാഫിഖാണ്, നീ റസൂലുള്ളാഹിന്റെ ഹുബ്ബ് പറയുന്നത് കാപട്യമാണ്, ഒരു സംശയവും വേണ്ട. അല്ലാഹു പറയുന്ന എന്നെയും നിങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും നിഫാഖിൽ നിന്ന് കാക്കുമാറാവട്ടെ. നിവിൻ പോളി താടി വെച്ചു മീശ ചുരുട്ടിയപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരന്റെ മുഖത്തും താടി വന്നു. മാതൃക നിനക്കാര്? പോളിയോ, നിവിനോ, മമ്മൂട്ടിയോ, ഷാറൂഖ് ഖാനോ, സൽമാൻ ഖാനോ? ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ താടി വെച്ചിട്ട്, നെരിയാണിക്ക് മുകളിൽ വസ്ത്രമുടുത്തിട്ട്, മിസ്വാക്ക് കയ്യിൽ വെച്ചിട്ട്, കുപ്പായം ധരിക്കുമ്പോഴും നടക്കുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വീട്ടിൽ കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെയുള്ള പ്രാർത്ഥനയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന അറിയാമെങ്കിൽ, ഉറങ്ങാൻ കിടക്കുമുള്ള പ്രാർത്ഥന പറയുന്നുവെങ്കിൽ, വണ്ടി കയറിയുള്ള പ്രാർത്ഥന പറയുന്നുവെങ്കിൽ അത് ഹുബ്ബാണ്. എന്റെ കാപ്പാടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, പ്രായപൂർത്തിയെത്തിയ ആൺമക്കളെയും പെൺമക്കളെയും വിളിക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, മോനെ, നീ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ നിനക്ക് കുപ്പായം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് പറ. നീ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ ഹൃദയത്തിന്റെ മുള കുഴിച്ചിടാൻ പോയിട്ട്, എങ്കിൽ നീ ആ പ്രാർത്ഥന ഒന്ന് പറ. അറിയില്ലെങ്കിൽ സമൂഹമേ, നേതൃത്വമേ, ഉലമാക്കളെ തല താഴ്ത്തണം ലജ്ജയോടെ. ഹുബ്ബെന്ന് പറഞ്ഞാൽ ഇത്തിബാഅ്, സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യല. സുന്നത്തിനെ കളഞ്ഞിട്ട് കല്യാണം വന്നാൽ, സ്വന്തം മോളെ കല്യാണം വന്നാൽ ഇത്തിബാഅ് സുന്നയുണ്ടോ കല്യാണത്തിന്? സർവ്വജൂതായിസവും ഇല്ലേ, സർവ്വ വേണ്ടാദീനങ്ങളുമില്ലേ? എന്നിട്ട് പിറ്റേന്ന് നബിദിനത്തിന്റെ കൊടിവെക്കാൻ പ്രസിഡന്റ് വരികയും ചെയ്യും. എന്ത് ഹുബ്ബ്? ഹുബ്ബ് ഇത്തിബാഇലാണ്.